Good morning, everybody. +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ +1 മാത്തമാറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ നമ്പർ 6 ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇതിനകം നിങ്ങൾ സെറ്റ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് മാത്തമാറ്റിക്സിൽ ഏറ്റവും സുപരിചിതമായ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് പാഠഭാഗങ്ങൾ ആരംഭിക്കാം. നോക്കൂ നിങ്ങൾ, ഇക്വേഷൻസ് മാത്തമാറ്റിക്സിന്റെ നട്ടെല്ലാണ് അല്ലെ ഇക്വേഷൻസ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 3 ഇക്വേഷൻസ് ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ 2x + 3 = 11, രണ്ടാമത്തേത് 2x + 3y = 12, x² - 2x + 1 = 0. ഈ 3 ഇക്വേഷൻസും ഒന്ന് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയേ. ഒന്നാമത്തെ ഇക്വേഷന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് എന്തെല്ലാം പറയാൻ സാധിക്കും? യെസ്, ഇതൊരു ഇക്വേഷൻ ആണ്. കാരണം ഇത് ഈക്വൽ ടു സൈൻ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെ? മാത്രമല്ല, ഈ ഇക്വേഷനിൽ ഒരു വേരിയബിൾ മാത്രമാണുള്ളത്. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇക്വേഷൻ ആണ്. ഒരു വേരിയബിൾ, 1 വേരിയബിളിലുള്ള ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ ഈ 1-ാം നമ്പറിൽ കാണുന്നത്. അത് മാത്രമാണോ ഇതിന്റെ പ്രത്യേകത? നോക്കൂ, ഇവിടെ ഈ ഇക്വേഷന്റെ പ്രത്യേകത ഇത് ഒരു സിംഗിൾ വേരിയബിൾ ആണെന്ന് മാത്രമല്ല, ഇവിടെ ഡിഗ്രി, എക്സിന്റെ ഡിഗ്രി നോക്കൂ നിങ്ങൾ, 1 ഡിഗ്രിയാണ്. ഡിഗ്രി ഓഫ് ഇക്വേഷൻ എക്സ് ഈസ് ഹിയർ 1. ഓക്കെ, അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ട്. രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നോക്കൂ നിങ്ങൾ, ഇതും ഒരു ഇക്വേഷൻ ആണ്, അല്ലെ? ഈക്വൽ ടു സൈൻ കൊണ്ട് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ അതൊരു ഇക്വേഷൻ ആണ്. മാത്രമല്ല, ഇതിലെ 2 വേരിയബിൾസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എക്സും വേരിയബിൾ ആണ്, വൈയും വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ്, അല്ലെ? ഇവിടെയും ഈ എക്സിന്റെയും വൈയുടെയും എല്ലാം ഡിഗ്രി 1 ആയതുകൊണ്ട് തന്നെ ഇതും ഒരു ഇക്വേഷൻ ഇൻ 1 ഡിഗ്രിയാണ്, സിംഗിൾ ഡിഗ്രിയാണ്, അല്ലെ? അതേസമയം മൂന്നാമത്തെ ഇക്വേഷൻ നോക്കൂ. മൂന്നാമത്തെ ഇക്വേഷൻ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഡിഗ്രി ഇവിടെ 2 ആണ്. ഇങ്ങനെയുള്ള ഇക്വേഷൻസിന് ഒരു പ്രത്യേക പേരിലാണല്ലോ അറിയപ്പെടുക. എന്തായിരുന്നു നിങ്ങൾ പഠിച്ചത്? നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഇക്വേഷൻ ആണ്. യെസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയും, അല്ലെ? ഇതിന്റെ സൊല്യൂഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മുടെ വിഷയമായി ഇപ്പോൾ ബന്ധമില്ലാത്തത് കൊണ്ട് നമുക്ക് വിശദമായിട്ട് മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കൊണ്ട് തൽക്കാലം അത് ഒഴിവാക്കുക. ഇനി വീണ്ടും ഒന്നാമത്തെ രണ്ടാമത്തെയും ഇക്വേഷൻസിലേക്ക് വരൂ. ഇവിടെ ഇതൊരു ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഡിഗ്രി 1 വരുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഡിഗ്രി 1 വരുന്ന ഇക്വേഷൻസിന് പറയുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻസ്. എന്താണ്? ലീനിയർ ഇക്വേഷൻസ്. എന്തുകൊണ്ടാണ് ഇതിന് ലീനിയർ ഇക്വേഷൻസ് എന്നുള്ള പേര് വരാനുള്ള കാരണം? യെസ്, നമ്മൾ ഈ 2 ഇക്വേഷൻസിനെയും ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ, ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ അതെല്ലാം നിങ്ങൾ കേട്ടതാണ്, അല്ലെ? 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഇതിന്റെ ഗ്രാഫ് വരക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഗ്രാഫ് ഒരു ലൈൻ ആയിട്ടായിരിക്കും ആൻസർ ഉണ്ടാവും. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇതിന്റെ ആൻസർ. ഫസ്റ്റ് ഇക്വേഷന്റെ നിങ്ങൾ ഗ്രാഫ് 2 ഡയമെൻഷനിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ലൈൻ ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ ഈ 2 വേരിയബിൾ വരുന്ന ഇക്വേഷന്റെ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ, എക്സിനും വൈക്ക് വാല്യൂസ് കൊടുത്ത് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രാഫും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ലീനിയർ ഇക്വേഷൻസ് എന്ന് പേര് വരാനുള്ള കാരണം. ലൈൻ ആയതുകൊണ്ടാണ് ലീനിയർ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ മാത്രമാണോ? ഇതിന്റെയൊക്കെ സൊല്യൂഷൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഒന്നാമത്തെ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെ കാണും? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ഇക്വേഷനിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ എക്സ് എന്ന് പറയുന്ന ഇയാളെ കണ്ടെത്തണം. ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾ എക്സിനെ കാണുന്നുണ്ട്, അല്ലെ? ഈ എക്സിനെ കണ്ടെത്തുന്നതിനാണ്, എക്സിന്റെ വാല്യൂ കാണുന്നതിനാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് സാധാരണ പറയാം. എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കിട്ടുക? എല്ലാവർക്കും അറിയാം, അല്ലെ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ ആകുമ്പോൾ ഇവിടെ ഈ എക്സിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിന്റെ ആദ്യം ഈ 3യെ ഇവിടുന്ന് ഒഴിവാക്കണം. 3യെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 ഭാഗത്തും നമ്മൾ -3 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യും, അല്ലെ? ഇവിടെ -3 ചെയ്യും, ഇവിടെയും -3 ചെയ്യും. അതാണ് അതിന്റെ ശരിക്കുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2x + 3യുടെ കൂടെ ഒരു -3 ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലും ഒരു -3 ചെയ്ത് കൊടുക്കും. ഇപ്പോഴാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. ഒരു ഇക്വേഷന്റെ പ്രത്യേകത, നമ്മൾ ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ എന്താണോ ചെയ്യുന്നത് അതെല്ലാം റൈറ്റ് സൈഡിലും ചെയ്യണം. അപ്പോഴേ ബാലൻസ് ആവും, അല്ലെ? അപ്പൊ 2x + 3 - 3. അപ്പൊ ഈ 3 ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 2x എന്ന് വരും,
11 മൈനസ് 3 ഈസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സാധാരണഗതിയിൽ നമ്മൾ ഈ രണ്ടാമത്തെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാറില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ഈ 2x ഇവിടെ വെച്ചിട്ട് 11 മൈനസ് 3 എന്ന് എഴുതും. 11 മൈനസ് 3 എന്ന് എഴുതും. സംഭവം യഥാർത്ഥത്തിലുള്ള ഓപ്പറേഷൻ അതല്ല. യഥാർത്ഥത്തിലുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ മൈനസ് ത്രീ ചെയ്യുകയാണ് അതിന്റെ യഥാർത്ഥ ഓപ്പറേഷൻ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും അത് ശരിയായിരിക്കും. 2x is equal to 11 മൈനസ് 3, 2x is equal to 8, x is equal to 4 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. ഇതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷന് സിംഗിൾ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി വീണ്ടും രണ്ടാമത്തതും ഒരു ഇക്വേഷൻ ആണ്, ലീനിയർ ഇക്വേഷൻസ് ആണ്. ലീനിയർ ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ. ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒരു സൊല്യൂഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എക്സിന് ഒരാള് 3 എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. x is equal to 3. എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ 6 എന്നായിട്ട് മാറും ആണല്ലോ. 6 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇനി എത്ര വേണം? 12ലേക്ക് ഇനി 6 കൂടെ വേണം. അപ്പൊ y എത്ര കൊടുക്കേണ്ടി വരും? ഒന്ന് ആലോചിച്ച് നോക്കൂ. y is equal to 2 കൊടുത്താൽ ശരിയാവില്ലേ? x is equal to 3, y is equal to 2 ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. ഇത് മാത്രമാണോ ഇതിന്റെ സൊല്യൂഷൻ? ആണോ? അല്ല. വേറൊരാൾ എക്സിന് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? എക്സിന് 0 കൊടുത്തു നോക്കാലോ. എക്സിന് 0 കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഇത് 0 ആയിട്ട് പോയി y is equal to 4 എന്ന ആൻസർ കിട്ടും. അപ്പൊ മറ്റൊരു സൊല്യൂഷൻ കിട്ടിയില്ലേ? ഇനി മറ്റെന്തെങ്കിലും സൊല്യൂഷൻസ് പറയാൻ പറ്റുമോ? യെസ്. ഒരാൾ എക്സിന് 6 എന്ന് കൊടുത്തു. എക്സിന് 6 എന്ന് കൊടുത്താൽ y is equal to 0 കിട്ടും. ഇങ്ങനെ എത്ര സൊല്യൂഷൻസ് പറയാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഒരുപാട് സൊല്യൂഷൻസ് പറയാൻ പറ്റും അല്ലെ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് പറയാൻ പറ്റും. എങ്ങനെയാണ് ഈ സൊല്യൂഷൻസ് എല്ലാം കണ്ടെത്തുക? നമ്മൾ എക്സിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കുക. അപ്പൊ നമുക്ക് വൈക്ക് അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് ലഭിക്കാൻ ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഓരോന്ന് സാമ്പിൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരിട്ട് ഈ ഇക്വേഷൻസിനെ ഒന്ന് 3y is equal to 12 മൈനസ് 2x എന്ന് എഴുതിയിട്ട് അതിൽ നിന്ന് y എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സിന് എന്താണോ വാല്യൂ കൊടുക്കുന്നത്, ഇപ്പൊ ഒരാൾ എക്സിന് 10 എന്ന് കൊടുത്താൽ വൈക്ക് വാല്യൂ കിട്ടും. ഓക്കെ, എക്സിന് 100 കൊടുത്താൽ മറ്റൊരു വാല്യൂ കിട്ടും. എക്സിന് -1 കൊടുത്താൽ ഒരു വാല്യൂ കിട്ടും. നിങ്ങൾ എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y വാല്യൂ കിട്ടും. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്. ലീനിയർ ഇക്വേഷൻ ആണ് ഇൻ 2 വേരിയബിൾസ്. ഓക്കെ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും? അതിന് റൂട്ട്സ് എന്നാണ് സാധാരണ പറയുക അല്ലെ. എത്ര റൂട്ട്സ് ഉണ്ടായിരിക്കും? യെസ്, 2 റൂട്ട്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അതാണ് നമ്മൾ ഇക്വേഷൻസിനെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ മറ്റൊരു ചില കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഗ്രേഡിനൊപ്പം നമ്മളെ മാർക്കും കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ 10ാം ക്ലാസ്സിൽ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സിൽ ഗ്രേഡുകൾ മാത്രമാണ് ഉള്ളത് എന്നാണ്. അതേസമയം നമ്മൾ +1ലേക്കും +2ലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഗ്രേഡിനോടൊപ്പം മാർക്കും കൂടെ ഉണ്ടായിരിക്കും. ഇപ്പൊ 100 മാർക്കിന് നടത്തിയ ഒരു പരീക്ഷയിൽ ഒരാൾക്ക് A+ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ശരിക്കും? എത്ര മാർക്ക് ഉണ്ടായിരിക്കും അയാൾക്ക്? യെസ്, 90 or above മാർക്ക് കിട്ടുന്നതിനാണ് നമ്മൾ സാധാരണഗതിയിൽ A+ എന്ന് പറയാറുള്ളത്. നോക്കൂ, നിങ്ങൾ രേഷ്മ എന്ന കുട്ടിക്ക് 100ൽ നടത്തിയ ഒരു പരീക്ഷയിൽ A+ കിട്ടി. മാത്തമാറ്റിക്സ് പരീക്ഷയിൽ A+ കിട്ടി എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ രേഷ്മയുടെ സ്കോർ എത്രയായിരിക്കും? 100ലാണ് പരീക്ഷ നടത്തിയിരിക്കുന്നത്. രേഷ്മയ്ക്ക് A+ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം രേഷ്മയ്ക്ക് 90 മാർക്കാണ് എന്നതിന് അർത്ഥമുണ്ടോ? ഇല്ല. 91 ആയിക്കൂടെ? 92 എന്നൂടെ? 93, 94, 100 എന്നൂടെ? ഏത് മാർക്കും വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം രേഷ്മയുടെ സ്കോർ എന്തായിരിക്കും? രേഷ്മയുടെ സ്കോർ 90 or above എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ശരിയല്ലേ? 90 or above. ഈ 90 or above എന്നുള്ളതിനെ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതും? 90 or above നമ്മൾ ഇംഗ്ലീഷാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മാത്തമാറ്റിക്കലി സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സ്കോർ ഈസ് യെസ്, എന്താ വായിക്കുക? യെസ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. ഈ ഒരു സിമ്പിൾ നിങ്ങൾക്ക് പണ്ടേ പരിചയമുള്ളതാണ് അല്ലെ. ചെറിയ ക്ലാസ്സുകൾ തന്നെ ഈ സിമ്പിൾ പരിചയമുള്ളതാണ്. അതെങ്ങനെ വായിക്കേണ്ടത്? സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. അപ്പൊ നമ്മൾ വീണ്ടും സ്കോറിന് പകരം വീണ്ടും ഒന്നും കൂടെ മാത്തമാറ്റിക്സിലേക്ക് മാറ്റാണ്. സ്കോറിന് സാധാരണ നമ്മളൊരു വാല്യൂ കൊടുക്കണം, എക്സ് കൊടുക്കാം. സപ്പോസ് എക്സ് ആണ് ഏറ്റവും ഫേമസ് വേരിയബിൾ ആണല്ലേ എക്സ്. ഓക്കെ, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. സ്കോറിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ എക്സ്പ്രഷൻ നോക്കൂ, ഇതൊരു ഇക്വേഷൻ ആണോ? ഇക്വേഷൻ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 90 എന്നല്ലേ പറയേണ്ടത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 എന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സിമ്പിൾ, ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇനീക്വാളിറ്റി. ഓക്കെ, ഇതൊരിക്കലും ഇക്വേഷൻ അല്ല, അതൊരു ഇനീക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇനീക്വാളിറ്റി ആണ്.
ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ഇനീക്വാളിറ്റിയുടെ വരവ്. നമുക്ക് മറ്റു ചില എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഇവിടെ നോക്കൂ, ഞാൻ രണ്ട് നമ്പേഴ്സ് എഴുതിയിരിക്കുന്നു, 5 and 10. ഈ 5 and 10 എന്നുള്ള ഈ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? 5 ഈസ് ഈക്വൽ ടു 10 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? 5 ഈസ് ഈക്വൽ ടു 10 എന്ന് എഴുതിയാൽ ശരിയാണോ? അല്ല, ഒരിക്കലും ശരിയല്ല. പിന്നെ എങ്ങനെ നമുക്ക് 5നെയും 10നെയും മാത്തമാറ്റിക്കലി കണക്ട് ചെയ്യാൻ പറ്റും? യെസ്, ഇവിടെ ആരാണ് വലുത്? 10 ആണ് വലുത്, 5 ആണ് ചെറുത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഈസ് ലെസ് ദാൻ 10 എന്ന് നമുക്ക് എഴുതാം, അല്ലെ? കറക്റ്റ് അല്ലേ? ഇത് വായിക്കേണ്ടത് 5 ലെസ് ദാൻ 10 എന്നാണ്. ഓക്കെ, മറ്റ് രണ്ട് നമ്പേഴ്സ് -2 -10. മൈനസ് ഒക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഇവിടെ ആരാണ് വലുത്, ആരാണ് ചെറുത്? -2 ഗ്രേറ്റർ ദാൻ -10. ശരിക്കും മനസ്സിലാക്കണം, -2 ഈസ് ഗ്രേറ്റർ ദാൻ -10. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സിമ്പിൾ നോക്കൂ, ലെസ് ദാൻ, ഇവിടെ ഗ്രേറ്റർ ദാൻ. നേരത്തെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇങ്ങനെയുള്ള സിമ്പിൾ ഇവിടെയും ഈ ഒരു ഫോം ചെയ്യപ്പെട്ട രണ്ട് എക്സ്പ്രഷൻ, ഈ രണ്ട് നമ്പേഴ്സിന് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ഇതും ഒരു ഇനീക്വാളിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് ഇനീക്വാളിറ്റി മാത്രമല്ല, ഇവിടെ നമ്പേഴ്സ് മാത്രം വന്നതുകൊണ്ട് ഇതിന് നമുക്ക് ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി എന്നാണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ, നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിന് ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി എന്ന് നമ്മൾ പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേരിയബിൾസ് വരുമ്പോൾ അതിന് മറ്റൊരു പേരും കൂടെ കൂട്ടി വിളിക്കാം, അതിന് ലിറ്ററൽ ഇനീക്വാളിറ്റി എന്നാണ് സാധാരണ പറയാം. അപ്പൊ ലിറ്ററൽ ഇനീക്വാളിറ്റിയും ന്യൂമറിക്കൽ ഇനീക്വാളിറ്റിയും. നമ്പേഴ്സ് മാത്രം വരുമ്പോൾ അതിന് നമ്പർ എന്നുള്ള അർത്ഥത്തിലാണ് ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇനീക്വാളിറ്റി വരുന്ന മറ്റൊരു സന്ദർഭം നോക്കാം. എങ്ങനെയാണ് ഇനീക്വാളിറ്റീസ് ഫോം ചെയ്യപ്പെടുന്നത് എന്നൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നോക്കൂ, നിങ്ങൾ രവി ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്, കുറച്ച് അരി വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പാക്കറ്റുകളിലായിട്ടാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം അരി ലഭിക്കുക, അല്ലെ? അപ്പൊ ഒരു പാക്കറ്റ് അരിക്ക്, റൈസിന് 30 രൂപയാണ് വില. രവിയുടെ കയ്യിൽ ആകെ 200 രൂപ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ നിന്ന് അവനോട് പറഞ്ഞത് 200 രൂപക്ക് കിട്ടുന്ന മുഴുവൻ രൂപക്ക് നീ അരി വാങ്ങി വരണം, കടമാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കടം വാങ്ങാൻ പാടില്ല, 200 രൂപക്ക് ഫുൾ ആയിട്ട് അരി വാങ്ങാൻ പറഞ്ഞു. അപ്പൊ നോക്ക് നിങ്ങള്, രവി വാങ്ങുന്ന പാക്കറ്റുകളുടെ എണ്ണം നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിന് എക്സ് എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഒരു പാക്കറ്റിന്റെ വാല്യൂ, പ്രൈസ് 30 രൂപയാണ്. രവി വാങ്ങുന്നത് എക്സ് നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ രവിക്ക് ചെലവാകുന്ന ക്യാഷ് എത്രയായിരിക്കും? ഒരു പാക്കറ്റിന് 30 രൂപ, 2 പാക്കറ്റിന് 60 രൂപ. എക്സ് പാക്കറ്റ് വാങ്ങാൻ 30x ആയിരിക്കും. ടോട്ടൽ കോസ്റ്റ് 30x ആയിരിക്കും. അപ്പൊ മുഴുവൻ രൂപക്കും അരി വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കണ്ടീഷൻ ഉപയോഗിക്കണം, അല്ലെ? കടം വാങ്ങരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ഏതെല്ലാം ഓപ്ഷൻസിൽ നമുക്ക് അരിയുടെ പാക്കറ്റ് വാങ്ങാൻ പറ്റും? ഈ മുഴുവൻ രൂപയും ചെലവാക്കുന്നില്ലെങ്കിലും ഏതെല്ലാം രൂപത്തിൽ രവിക്ക് അരികൾ, ഈ പാക്കറ്റ് റൈസ് വാങ്ങാൻ പറ്റുമെന്നാണ് ചോദ്യം. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് ചെലവാകുന്ന ഈ കോസ്റ്റ് 30x ഒരിക്കലും 200നെ ഓവർടേക്ക് ചെയ്തു പോവാൻ പാടില്ല, അല്ലെ? 200 രൂപയല്ലേ മാക്സിമം വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 30x എന്നുള്ള അദ്ദേഹത്തിന്റെ ചെലവ്, കോസ്റ്റ് 30x ഷുഡ് ബി ലെസ് ദാൻ 200. ഇതാണ് ചെലവാകുന്ന ക്യാഷ്, 30x ആണ്. അത് എന്തായാലും 200നേക്കാൾ താഴെ ആയിരിക്കണം. അപ്പൊ രവിക്ക് എത്രയെല്ലാം പാക്കറ്റ് വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 10 പാക്കറ്റ് വാങ്ങാൻ പറ്റുമോ? നോക്കൂ നിങ്ങൾ, പറ്റുമോ? ഇല്ല. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അല്ലെ? അത് എങ്ങനെയാണ് ഒരു ലീനിയർ ഇനീക്വാളിറ്റി ഫോം ചെയ്യുന്നത്? കണ്ടോ, ഇവിടെ ഇനീക്വാളിറ്റി ഫോം ചെയ്തു, അല്ലെ? 30x ലെസ് ദാൻ 200 എന്നുള്ള ഒരു ഇനീക്വാളിറ്റിയാണ് ഇവിടെ ഫോം ചെയ്യപ്പെടുന്നത്. ഇതിന് ഇനീക്വാളിറ്റി എന്ന് നമ്മൾ പറയും. ഇതിന് ലിറ്ററൽ ഇനീക്വാളിറ്റി എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ വേരിയബിൾസ് വന്നതുകൊണ്ട് ഇതിനെ ലിറ്ററൽ ഇനീക്വാളിറ്റി എന്ന് പറയും. മാത്രമല്ല ഇതിന്റെ ഡിഗ്രി നോക്കൂ നിങ്ങൾ, ഡിഗ്രി 1 വന്നു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ നേരത്തെ ഈ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞതുപോലെ ഡിഗ്രി 1 വന്നു കഴിഞ്ഞാൽ അതിന് ലീനിയർ ഇനീക്വാളിറ്റി എന്നാണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അനു went to a market to buy some pen and books. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയപ്പോൾ അനു പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് പേനയും ബുക്കും എല്ലാം വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പൊ ഒരു ബുക്കിന്റെ വില, ഒരു നോട്ട്ബുക്കിന്റെ വാല്യൂ, കോസ്റ്റ് 40 രൂപയാണ്. ഒരു പേനയുടെ വില 20 രൂപയാണെന്ന് വിചാരിച്ചോളൂ. അനു വാങ്ങുന്നത് അദ്ദേഹത്തിന്റെ അനുവിന്റെ കയ്യില് ആകെ 200 രൂപയുണ്ട്. അപ്പം അനു വാങ്ങുന്ന ബുക്കുകളുടെ എണ്ണവും പേനയുടെ എണ്ണവും ഒക്കെ നമുക്ക് തൽക്കാലം XY എന്ന് എടുക്കാം. ബുക്കിന്റെ എണ്ണം X ബുക്കുകളും Y പേനകളുമാണ് വാങ്ങുന്നത് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അനുവിന് ചെലവാകുന്ന മൊത്തം ക്യാഷ് എന്തായിരിക്കും? 40x + 20y ആയിരിക്കും.
അല്ലെ? ഒരു ബുക്ക് വാങ്ങിയാൽ 40 rupees, ഒരു പേന വാങ്ങിയാൽ 40 + 20 ആയിരിക്കും. രണ്ട് ബുക്ക് വാങ്ങുമ്പോൾ 40 × 2, രണ്ട് പേന വാങ്ങുമ്പോൾ 20 × 2. അപ്പൊ 40x + 20y ആയിരിക്കും ടോട്ടൽ കോസ്റ്റ്. ഒരു കാര്യം ഉറപ്പാണ്, ആകെ 200 രൂപയെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഈ ചെലവാകുന്ന ക്യാഷ് 40x + 20y <= 200 ആയിരിക്കണം. ഈ ഒരു രൂപത്തിലായിരിക്കണം അനു മാർക്കറ്റിൽ നിന്ന് നോട്ട്ബുക്കുകളും പേനയും വാങ്ങേണ്ടത്. ഇവിടെ ഫോം ചെയ്യപ്പെട്ട ഈ ഒരു എക്സ്പ്രഷൻ നോക്കൂ നിങ്ങൾ. ഇതും ഒരു ഇനീക്വാളിറ്റി ആണ് അല്ലെ? ഇനീക്വാളിറ്റി ആണ്. ഇത് 2 വേരിയബിൾസ് ഉണ്ട്. ഈ ഫോം ചെയ്യപ്പെട്ട ഈ എക്സ്പ്രഷനും ഒരു ഇനീക്വാളിറ്റിയാണ്. ഇത് ഇനീക്വാളിറ്റി ഇൻ 2 വേരിയബിൾസ് ആണ്. ഇവിടെയും ഡിഗ്രി 1 വന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റി, ഡിഗ്രി 1 വരുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്, ലീനിയർ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 2 വേരിയബിൾസ് ആണ്. നോക്കൂ നിങ്ങൾ, ഒരു ഇനീക്വാളിറ്റി ഫോം ചെയ്യുന്ന രൂപമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചത്. അപ്പൊ എന്താണ് ഇനീക്വാളിറ്റി? ഓക്കെ, ഇനീക്വാളിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഈ ഒരു സ്ക്രീൻ മുതലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നേരത്തെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതി വെക്കേണ്ട സംഗതികളാണ്. മറ്റ് സ്ക്രീനിൽ കാണുന്നതെല്ലാം ഞാൻ വിശദീകരണത്തിന് വേണ്ടി ഉപയോഗിച്ച സ്ക്രീനാണ്. അതുകൊണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ക്രീൻ നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് ലീനിയർ ഇനീക്വാളിറ്റീസ് എന്നുള്ള ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതിയതിനു ശേഷം ഒരു സബ് ഹെഡിങ് എഴുതാം, ഇനീക്വാളിറ്റിയുടെ ഡെഫിനിഷൻ: 2 real numbers or algebraic expressions related by the symbol less than or equal to, greater than or equal to forms an inequality. രണ്ട് എക്സ്പ്രഷൻസ്, രണ്ട് ആൾജിബ്രായിക് എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സോ ഈ 4ൽ ഒരു സിമ്പിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇനീക്വാളിറ്റി. ഓക്കെ, അപ്പൊ ഇതിന്റെ വായിക്കാം ലെസ് ദാൻ or equal to, greater than or equal to. മാറിപ്പോകരുത്, ലെസ് ദാനും ഗ്രേറ്റർ ദാനും മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇത് നോക്കൂ, 3 less than 5. എന്താണ് 3 less than 5? 10 greater than 5. ഇത് രണ്ടും ഇനീക്വാളിറ്റീസ് ആണ് അല്ലെ? ഇതിന് നമുക്ക് എന്ത് പറയാം? ഇത് ഇനീക്വാളിറ്റി ആണ്. നമ്പേഴ്സ് മാത്രമുള്ളത് കൊണ്ട് ഇതിന് ന്യൂമറിക്കൽ ഇനീക്വാളിറ്റീസ് എന്നാണ് പറയാം. ഈ പേരൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. വാട്ട് ഈസ് എ ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി എന്നൊന്നും ചോദിക്കില്ല. ഓക്കെ, ഇനീക്വാളിറ്റി മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അടുത്ത എക്സാമ്പിൾ, x less than 5, y greater than or equal to 7. ഇതിൽ വേരിയബിൾസ് വരുന്നത് കൊണ്ട് ഇതിന് ലിറ്ററൽ ഇനീക്വാളിറ്റീസ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ, ലിറ്ററൽ ഇനീക്വാളിറ്റീസ്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമ്മൾ ജനറൽ എക്സാമ്പിൾസ് ആണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. ജനറൽ എക്സാമ്പിൾ ആകുമ്പോൾ അതിൽ എയും ബിയും എല്ലാം കടന്നു വരും. ഓക്കെ, എയും ബിയും എല്ലാം നമ്പേഴ്സ് ആണ്. ഉദാഹരണം പറയാൻ 3x + 4 greater than 0. ഞാൻ ജനറൽ ആയിട്ട് പറയുമ്പോൾ ax + b greater than 0 ഇതൊരു ഇനീക്വാളിറ്റി ആണ്. വീണ്ടും ax + b less than or equal to 0 ഇത് മറ്റൊരു ഇനീക്വാളിറ്റി ആണ്. ഇവിടെ എല്ലാം ലീനിയർ ഇനീക്വാളിറ്റി. ഇത് 1 വേരിയബിൾ ആണ്. ഇവിടെ വേരിയബിൾ x മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ, എയും ബിയും എല്ലാം കോൺസ്റ്റൻസ് ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എയും ബിയും എല്ലാം നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ഇനീക്വാളിറ്റിയും ഇത് ലീനിയർ ഇനീക്വാളിറ്റി ആണ്, 1 വേരിയബിൾ ആണ്. ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 1 വേരിയബിൾ ആണ്. ഓക്കെ, ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 1 വേരിയബിളിന്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ കാണുന്നത്, ഈ ഫസ്റ്റും സെക്കൻഡ്. തേർഡ് എക്സാമ്പിൾ നോക്കൂ, ax + by less than c. ഇവിടെ രണ്ട് വേരിയബിൾസ് ആണുള്ളത്, എക്സും വൈയും മാത്രമാണ് ഇവിടുത്തെ വേരിയബിൾസ്. ax + by less than or equal to c ഇതും ലീനിയർ ഇനീക്വാളിറ്റീസ് ആണ്. പക്ഷെ ഇത് രണ്ട് വേരിയബിൾസ് ആണ്, എക്സും വൈയും മാത്രമാണ് ഇവിടുത്തെ വേരിയബിൾ. ദിസ് ഈസ് കോൾഡ് ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 2 വേരിയബിൾസ്. ഓക്കെ, ഈ 5ാം നമ്പറിൽ നിങ്ങൾ കാണുന്നത് ലീനിയർ ആണോ നോക്കൂ. അല്ല, ഇവിടെ ഡിഗ്രി 2 ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പറയുന്ന പേര് ക്വാഡ്രാറ്റിക് ഇനീക്വാളിറ്റി എന്നാണ്. ഇത് നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അവസാനമായിട്ട് 80 less than or equal to x less than or equal to 90. ഇതും ഒരു ഇനീക്വാളിറ്റി ആണ്. ഇതൊരു സ്പെഷ്യൽ ഇനീക്വാളിറ്റി ആണ് അല്ലെ? ഇത് നിങ്ങൾക്ക് പണ്ട് പരിചയമുണ്ട്. സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഇത് മോഡൽ എക്സ്പ്രഷൻസ് എല്ലാം നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇതിന് പറയുന്ന ഒരു ഡബിൾ ഇനീക്വാളിറ്റി ആണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗം ഇത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്ക് കാര്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 1 വേരിയബിളും ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 2 വേരിയബിൾസും അതിന്റെ സൊല്യൂഷൻസും ഒക്കെയാണ്. പിന്നെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡബിൾ ഇനീക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്യും. ഇനി നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റിയും അതിന്റെ സൊല്യൂഷൻസുമാണ് കാര്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താണ് അതിനു മുമ്പ് ഈ ഇനീക്വാളിറ്റി പറയുമ്പോൾ നമ്മൾ 2 ടൈപ്പ് ഇനീക്വാളിറ്റി കണ്ടു അല്ലെ? ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്ന് മാത്രമാണ് സിമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിന് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി എന്നാണ് സാധാരണ പറയാം. എന്താണ് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി?
അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് സ്ലാക്ക് ഇനീക്വാളിറ്റിയാണ്. വീണ്ടും രണ്ട് ടൈപ്പായി, സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റിയും സ്ലാക്ക് ഇനീക്വാളിറ്റിയും. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇതെല്ലാം നിങ്ങൾ കാണാതെ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ സ്ലാക്ക് ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈക്വൽ ടു സിമ്പലും കൂടെ വരുമ്പോഴാണ് അതിന് സ്ലാക്ക് ഇനീക്വാളിറ്റി എന്ന് പറയും. അപ്പൊ നമ്മൾ എന്തെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇനീക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു, ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞു. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി 1 വരുന്നതാണ്. 1 വേരിയബിൾ മാത്രമാണെങ്കിൽ അതിന് ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 1 വേരിയബിൾ എന്ന് പറയും. 2 വേരിയബിൾസ് എക്സും വൈയും ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന് ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 2 വേരിയബിൾ എന്ന് പറയും. പിന്നീട് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റിയും സ്ലാക്ക് ഇനീക്വാളിറ്റിയും അല്ലെ. നമ്പർ മാത്രം വരികയാണെങ്കിൽ അതിന് ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി, വേരിയബിൾസ് വരികയാണെങ്കിൽ അതിന് എന്ത് പറയും, ലിറ്ററൽ ഇനീക്വാളിറ്റി എന്ന് പറയും. ഇത് ലിറ്ററൽ ഇനീക്വാളിറ്റി ആണ്, ഇത് ലിറ്ററൽ ആണ്. ഇതെല്ലാം ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാം ലിറ്ററൽ ഇനീക്വാളിറ്റീസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂഷൻസിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇത് കൃത്യമായിട്ട് എഴുതി വെക്കുക, അത് മാറിപ്പോകരുത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ലെസ് ദാൻ എന്നതിന്റെ സിമ്പൽ ആണ് ഈ കാണുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൊല്യൂഷൻസ് ഓഫ് ഇനീക്വാളിറ്റീസ്, ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 1 വേരിയബിൾ ആൻഡ് ദെയർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 1 വേരിയബിൾ ആൻഡ് ദെയർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ നോക്കാം. 30x less than 200. ഇതൊരു ഇനീക്വാളിറ്റി ആണ് അല്ലെ, ഇത് ലീനിയർ ഇനീക്വാളിറ്റി ആണ്. 1 വേരിയബിൾ മാത്രമേ ഇവിടെയുള്ളൂ. ഓക്കെ, 1 വേരിയബിൾ ലീനിയർ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഈ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു. ആ ഇക്വേഷൻ കറക്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന വാല്യൂസിന് പറയുന്ന പേരാണ് സൊല്യൂഷൻ. ഇവിടെ ഈ ഇനീക്വാളിറ്റി കറക്റ്റ് ശരിയാവുന്ന എല്ലാ വാല്യൂസിനും പറയുന്ന പേരാണ് ഇതിന്റെ സൊല്യൂഷൻ. നോക്കൂ, നിങ്ങൾ 30x less than 200 വരുന്ന കുറച്ച് വാല്യൂസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എക്സിന് എന്തെല്ലാം വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇനീക്വാളിറ്റി ശരിയാവും? അങ്ങനെ ശരിയാവുന്ന വാല്യൂസിന് പറയുന്ന പേരാണ് ഇതിന്റെ സൊല്യൂഷൻ. നോക്കൂ, നിങ്ങൾ ഒരാൾ എക്സിന് 0 എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? 30 into 0. 30 into 0 എത്രയാണ്? 0 less than 200. ഇത് ശരിയോ തെറ്റോ? യെസ്, ഇത് ശരിയാണ് അല്ലെ. 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇനീക്വാളിറ്റി ശരിയായത് കൊണ്ട് തന്നെ 0 ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. 0 ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. ഇനി നിങ്ങൾക്ക് ബാക്കി പറയാൻ പറ്റും. ഒരാൾ എക്സിന് 1 കൊടുത്താലോ? യെസ്, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 30 എന്ന് കിട്ടും. 30 less than 200 ശരിയല്ലേ? യെസ്, ശരിയാണ്. അപ്പം x = 1 ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. x = 2 കൊടുത്താലോ? യെസ്, 60 എന്ന് കിട്ടും. 60 less than 200 ഇതിന്റെ സൊല്യൂഷൻ അല്ലേ? യെസ്, x = 2 ഇതിന്റെ സൊല്യൂഷൻ അല്ലേ? അപ്പൊ x = 2 ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്, കാരണം ഇത് ശരിയാണ്. x = 3യോ? യെസ്, x = 3 കൊടുത്താൽ 90 എന്നാണ് വരിക. അപ്പോഴും ഈ ഇനീക്വാളിറ്റി കറക്റ്റ് ആണ്. അതുകൊണ്ട് x = 3 ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. 4 കൊടുത്താലോ? യെസ്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് ഏത് വരെ കൊടുക്കാൻ പറ്റും? x = 5 കൊടുത്താൽ ഇതിന്റെ സൊല്യൂഷൻ അല്ലേ? യെസ്. x = 6 കൊടുത്താലോ? 6 into 30 less than 200. അതുകൊണ്ട് 6 ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. x = 7 കൊടുത്താൽ എന്ത് സംഭവിക്കും? യെസ്, 210 less than 200. ഇത് ശരിയോ തെറ്റോ? നോക്കൂ, ഞാൻ x-ന് 7 എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ശരിയോ തെറ്റോ? ഇത് ശരിയല്ല. അതുകൊണ്ട് x = 7 ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണോ? അല്ല. അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇക്വേഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഇനീക്വാളിറ്റി ശരിയാവുന്ന എക്സിന്റെ വാല്യൂസിന് പറയുന്ന പേരാണ് സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? x = 7 ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. സ്വാഭാവികമായും നിങ്ങൾക്ക് ചോദിക്കാം, അപ്പൊ -1 x = 0 ഇതിന്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് -1 കൊടുത്താലോ? -1 കൊടുത്തു നോക്കാം. -1 കൊടുത്താൽ -30 less than 200 ശരിയോ തെറ്റോ? ശരിയാണ്. മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏത് നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ നെഗറ്റീവ് കിട്ടുക. 30 into നെഗറ്റീവ് നമ്പർ അല്ലേ? ഇവിടെ 200 ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? എപ്പോഴും ചെറുതാവും അല്ലെ? ഇവിടെ ഏത് നെഗറ്റീവ് വന്നാലും ഇത് ചെറുതായിരിക്കും. അതുകൊണ്ട് എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും -3, -4, -4 എല്ലാം ഇതിന്റെ സൊല്യൂഷൻസ് ആയിരിക്കും എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടാവും. 1ഉം 2ഉം ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ 1.5 ഇതിന്റെ സൊല്യൂഷൻ അല്ലേ? യെസ്, അത് സൊല്യൂഷൻ ആണ്. അപ്പൊ ഇതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും? ഇതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. മാത്രമല്ല ഇവിടെ എക്സിന്റെ വാല്യൂവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, സംഭവം ഒരു എക്സിന്റെ വാല്യൂ ഒരാൾ പറയാണ്, എക്സിന്റെ വാല്യൂ നിങ്ങൾ നാച്ചുറൽ നമ്പർ പറയണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ അരിയുടെ പാക്കറ്റ് വാങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു അല്ലെ? ഒരു പാക്കറ്റ് അരിക്ക് 30 രൂപ.
പാക്കറ്റ് ഓഫ് റൈസ് ആണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ് സംസാരിക്കുക. അപ്പൊ അയാൾക്ക് ഒരു പാക്കറ്റ് അരി വാങ്ങാൻ വേണമെങ്കിൽ അല്ലെ 200 രൂപക്ക് 2 പാക്കറ്റ് വാങ്ങാം, 3 വാങ്ങാം. എത്ര പാക്കറ്റ് വരെ വാങ്ങാൻ പറ്റും? അയാൾക്ക് 6 പാക്കറ്റ് വരെ വാങ്ങാൻ പറ്റും. അപ്പൊ ഇതിന് സൊല്യൂഷൻ പറയുമ്പോൾ എക്സ് ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏതെല്ലാം പറയണം? ആൻസർ 1, 2, 3, 4, 5, 6 വരെ പറയും. 7 പറയാൻ പറ്റുമോ? ഇല്ല. എക്സിനെ കുറിച്ച് ഇന്റിജർ എന്നൊരു അഭിപ്രായം പറഞ്ഞാലോ, എക്സ് ഈസ് ആൻ ഇന്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ എല്ലാ ഈ നാച്ചുറൽ നമ്പേഴ്സ് എഴുതണം, 0 എഴുതണം, -1, -2, -3 എല്ലാം പറയും. അപ്പൊ നമ്മൾ സൊല്യൂഷൻ പറയുമ്പോൾ സാധാരണഗതിയിൽ എക്സിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയും. എക്സ് ഈസ് എ റിയൽ നാച്ചുറൽ നമ്പർ, എക്സ് ഈസ് ആൻ ഇന്റിജർ, ആ രൂപത്തിലൊക്കെ സംസാരിക്കും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടല്ല സൊല്യൂഷൻ കണ്ടെത്തുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനൊരു മൊത്തത്തിലൊരു ജനറൽ മെത്തേഡ് ഞാൻ ഇവിടെ പറയുകയാണ്. നോക്കൂ, നിങ്ങൾ 30x < 200 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയാണ്. സോൾവ്. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. 30x < 200. ഇവിടെ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് when x is a natural number, when x is an integer. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഈ ഇനീക്വാളിറ്റി ഒന്ന് ഇവിടെ എഴുതുന്നു. 30x < 200. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നു. ഇത് എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ സാധാരണ ഇവിടെ ഈക്വൽ ടു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? 30x = 200 ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതാ? x = 200/3 എന്ന് എഴുതും. അതേ മോഡൽ നമുക്ക് ഇനീക്വാളിറ്റിയും ചെയ്യാൻ പറ്റും. 30x < 200 ആണെങ്കിൽ 2 ഭാഗത്തും നമ്മൾ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 ഭാഗത്തും 30, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കൂ, 30x/30, 200/30. ഇപ്പൊ ഇത് ബാലൻസ്ഡ് ആണ്. 30x/30 ചെയ്യുമ്പോൾ x എന്ന് കിട്ടും, x < 20/3 എന്ന് കിട്ടും അല്ലെ. 200/30യെ 3, 2, 0, 0 ക്യാൻസൽ ചെയ്യുന്നു. 20/3 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. 20/3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ 6.6 ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ 20/3യേക്കാളും 6.6നേക്കാളും ചെറുതാവണം എന്നാണ് പറഞ്ഞത്. ഈ ഇനീക്വാളിറ്റി ബാലൻസ് ചെയ്യണമെങ്കിൽ, കൃത്യമാവണമെങ്കിൽ എക്സിന്റെ വാല്യൂ 6.6നേക്കാൾ ചെറുതായിരിക്കണം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞതുകൊണ്ട് 6.6നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് മാത്രം എഴുതി കൊടുത്താൽ മതി. നിങ്ങൾ സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ കൃത്യമായിട്ട് പഠിച്ചതാണ് അല്ലെ. x < 6.6 ഏതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് വരും? ഏതാ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ? യെസ്, 1 അല്ലെ. 1, 2, 3, 4, 5, 6 ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ x = 1, 2, 3, 4, 5, 6. എക്സ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ 6ൽ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ. എക്സ് ഈസ് ആൻ ഇന്റിജർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? യെസ്, ഈ എല്ലാ നമ്പേഴ്സ് എഴുതണം. 0 എഴുതാ, നെഗറ്റീവ് നമ്പേഴ്സ് എഴുതാം. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് എഴുതുന്ന സ്റ്റാർട്ട് ചെയ്യാം. യെസ്, -∞ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പൊ എങ്ങനെ എഴുതും? എക്സെട്ര -2, -1, 0, 1, 2, 3, 4, 5, 6. ഇതാണ് ഈ ലീനിയർ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ. മനസ്സിലായല്ലോ? ഇനി എക്സിനെ കുറിച്ച് നാച്ചുറൽ നമ്പർ എന്നും ഇന്റിജർ എന്നും ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഇത് തന്നെയാണ്. x < 20/3 എന്ന് മാത്രമാണ് ഇതിന്റെ ആൻസർ. when x is a real number, answer is x < 20/3. ഇത് മാത്രം എഴുതി കൊടുത്താൽ എല്ലാ റിയൽ നമ്പറും 6.6ന്റെ താഴേക്ക് വരുന്ന എല്ലാ റിയൽ നമ്പറും ഇതിന്റെ ആൻസർ ആയിരിക്കും. ഓക്കെ. ഇങ്ങനെയാണ് ഒരു ലീനിയർ ഇനീക്വാളിറ്റി നമ്മൾ സോൾവ് ചെയ്യുന്നത്. സാധാരണ ഇക്വേഷൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 2 ഭാഗത്തും ഇവിടെ 30യെ ഈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 20/200/30 എന്ന വായിക്കാം അല്ലെ. 200/30 നമ്മൾ ഇക്വേഷൻസ് ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റിയും ചെയ്യാൻ പറ്റും. ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇക്വേഷൻസ് ചെയ്യുന്നത് പോലൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ചില പ്രത്യേക റൂൾസ് എല്ലാം ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും. അത് ഞാൻ ആ സമയത്ത് വിശദീകരിക്കും. നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ എഴുതിയെടുക്കാം. സോൾവ് എന്നുള്ള ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതിയെടുക്കണം. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. സോൾവ് 24x < 100. when x is a natural number, when x is an integer. നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അല്ലെ. 24x < 100 എങ്ങനെ ചെയ്യും? നമുക്കൊന്ന് എഴുതി നോക്കാം. 24x < 100, x < 100/24. കണ്ടോ, ഈ 24 ഞാൻ ഈ സൈഡിലേക്ക് മാറ്റി എടുത്തു. 100/24 ഏകദേശം 4.2 സംതിങ് ഉണ്ടായിരിക്കും അല്ലെ. 4.2 ആയിരിക്കും. ഏകദേശം വാല്യൂ എഴുതിയാൽ മതി. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. x is a natural number. അപ്പൊ 4.2ന്റെ ലെസ് ദാൻ ആയ നാച്ചുറൽ നമ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എഴുതാം ആൻസർ. സെറ്റിന്റെ രൂപത്തിൽ ആൻസർ എഴുതി കേട്ടോ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഫോമാണ് സെറ്റ്. 1, 2, 3, 4 ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി വേണമെങ്കിൽ ഒരാൾക്ക് x = 1, 2, 3, 4 അങ്ങനെ എഴുതാം. ഒരു സെറ്റിന്റെ ഫോർമാറ്റിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ. ഇതിന് സൊല്യൂഷൻ സെറ്റ് എന്ന് പറയും. x is an integer ആവുമ്പോൾ ഇതിന്റെ എന്തായിരിക്കും സൊല്യൂഷൻ? x ഇന്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ?
4നേക്കാൾ താഴെ വരുന്ന ഇന്റിജേഴ്സ് ഏതെല്ലാമാണ്? മൈനസ് ഇൻഫിനിറ്റി തുടങ്ങും അല്ലെ? മൈനസ് ഇൻഫിനിറ്റി, മൈനസ് ഇങ്ങനെ വന്ന് -3, -2, -1, 0, 1, 2, 3, 4 4ൽ സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും ഇന്റിജർ എന്ന് പറഞ്ഞത് കൊണ്ട്. എക്സാമ്പിൾ 2 ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ 24x<100 എന്ന് എഴുതി, x<100/24 എന്ന് എഴുതി അല്ലെ? ഇവിടെ നമ്മൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ഇനീക്വാളിറ്റി നമ്മൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഈ സൊല്യൂഷൻ നമ്മളോട് റിയൽ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? ഇതാ 1, 2, 3, 4 എങ്ങനെ മാർക്ക് ചെയ്യും? ഇതാ 1, 2, 3, 4 അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇന്റിജേഴ്സ് ആകുമ്പോഴോ ഇന്റിജേഴ്സ് മാത്രം മാർക്ക് ചെയ്യും. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇങ്ങനെ എക്സെട്ര വന്ന് -1, 0, 1, 2, 3, 4 അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അത് മാർക്ക് ചെയ്യാൻ നിങ്ങളോട് പറയാൻ സാധ്യതയില്ല. റിയൽ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറയാറുണ്ട്. ഇങ്ങനെ ഇന്റിജറും നാച്ചുറൽ നമ്പേഴ്സ് ഒന്നും പറയാറില്ല, റിയൽ നമ്പേഴ്സ് ആണ് സാധാരണ പറയാറുള്ളത്. അഥവാ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി നോക്കൂ, നിങ്ങൾ ലീനിയർ ഇനീക്വാളിറ്റീസ് സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഒരു എക്സാമ്പിൾ 2 + x < 10 എന്ന് വന്നു കഴിഞ്ഞാൽ എക്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ രണ്ട് ഭാഗത്തും -2 ചെയ്യും അല്ലെ? -2 ചെയ്യുമ്പോൾ 2 + x -2, ഇവിടെയും 10 -2. ഇപ്പൊ ഇത് ബാലൻസ്ഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടും? x < 8. വളരെ സിമ്പിൾ ആണ്. ഈ എക്സ് ഇവിടെ നിർത്തിയിട്ട് 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഓപ്പറേഷൻ ഇതാണ്, ശരിക്കുള്ള ഓപ്പറേഷൻ ഇതാണ്. ഇങ്ങനെ പറഞ്ഞാലും കറക്റ്റ് ആണ്. 10 - 2 = 8. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. x - 3 < 5. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ +3 ആഡ് ചെയ്യണം, ഇവിടെയും +3 ആഡ് ചെയ്യും. അങ്ങനെയാണ് ഇത് 5 + 3 എന്നാവുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ 3 ഇങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല ഓപ്പറേഷൻ, നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുകയാണെന്ന് മാത്രം. ഇവിടെ ചെയ്യുന്നത് ഇവിടെ +3 ചെയ്യും, ഇവിടെയും +3 ചെയ്യും. രണ്ട് ഭാഗത്തും ഒരേ ഓപ്പറേഷൻസ് ചെയ്യണം. ഇവിടെ x എന്നായിട്ട് മാറും, x < 8. അപ്പൊ ഫലത്തിൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ഈ -3യെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ x < 8, 5 + 3 എന്ന ആൻസർ കിട്ടും. മറ്റൊരു കേസ് 2x < 10. 2x < 10 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x കിട്ടാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ദ ആൻസർ ഈസ് x < 5. ഈ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇക്വേഷൻസിൽ ചെയ്യുന്ന അതേ മോഡൽ നമുക്ക് ഇനീക്വാളിറ്റിയിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി വരുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. -2x < 10. നമുക്ക് x കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വേണ്ടേ? -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? ഇവിടെ ഞാൻ -2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും -2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി ഇങ്ങനെ എഴുതാൻ പാടില്ല, നേരെ റിവേഴ്സിലേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇനീക്വാളിറ്റി റിവേഴ്സസ് ദി സൈൻ എന്നാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി എന്തായിട്ട് മാറും? നേരെ റിവേഴ്സ്. < എന്നുള്ളത് <= എന്നായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്തായിട്ട് മാറും? x <= -5. ഇനി എങ്ങനെയാണ് ഇനീക്വാളിറ്റി റിവേഴ്സ് ആയത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും. അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതി കാണിക്കാം. ഈ സ്ക്രീൻ നിങ്ങൾ എഴുതി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നോക്കൂ, നിങ്ങൾ 5 < 10 ശരിയല്ലേ? 5 < 10 എന്നുള്ളത് ശരിയാണ്. ഇനി ഞാൻ ഈ രണ്ട് ഭാഗത്തും ഇതിന്റെ രണ്ട് സൈഡിലും, ഈ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ഞാൻ 2 ആഡ് ചെയ്യാണ്. ആഡ് ടു ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും 2 പ്ലസ് ചെയ്യാം. അപ്പൊ ഇത് എന്തായിട്ട് മാറും? 5 + 2 7 ആയിട്ട് മാറും. ഇവിടെ 10 + 2 12 ആയിട്ട് മാറും. ഇല്ല, രണ്ട് ഭാഗത്തും 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 < 12. ഈ ഒരു എക്സ്പ്രഷൻ ശരിയാണോ തെറ്റാണോ? ഇത് ശരിയാണ്. ഇല്ല, രണ്ട് ഭാഗത്തും ഞാൻ +2 ചെയ്തപ്പോൾ കിട്ടുന്ന ആൻസർ ഈ ഇനീക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആണ്. ഇനി ഞാൻ രണ്ട് ഭാഗത്തും 2 മൈനസ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. 3 മൈനസ് ചെയ്യാണ്. സബ്ട്രാക്ട് 3 ബോത്ത് സൈഡ്സ്. 3 എന്നുള്ള നമ്പർ രണ്ട് ഭാഗത്തും സബ്ട്രാക്ഷൻ നടത്തി. ഇവിടെ 5 - 3 എന്നായിട്ട് മാറും. 5 - 3 എത്രയാണ്? 2 ആയിട്ട് മാറും. 10 - 3 7 ആയിട്ട് മാറും. ഈ ഇനീക്വാളിറ്റി ശരിയല്ലേ? 2 < 7 ഇനീക്വാളിറ്റി ശരിയാണ് അല്ലെ? രണ്ട് ഭാഗത്തും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല, സബ്ട്രാക്ഷൻ നടത്തിയാലും ഒന്നും സംഭവിക്കില്ല. ഇനി ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ. മൾട്ടിപ്ലൈ 2 ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 5 × 2 10 ആയി, 10 × 2 20 ആയി. 10 < 20. ഇത് കറക്റ്റ് ആണോ? യെസ്, ഇതും കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും അഡീഷൻ ചെയ്താലും സബ്ട്രാക്ഷൻ ചെയ്താലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു.
നല്ല ശ്രദ്ധിക്കണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 5/2 എന്നായിട്ട് മാറും. 5/2 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴും ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ +2 ചെയ്താൽ -3, പിന്നെ പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും ഡിവൈഡ് ചെയ്തപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, പോസിറ്റീവ് നമ്പേഴ്സ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും ഒരു കുഴപ്പമില്ല. അതേസമയം ഞാൻ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. -1 കൊണ്ട് ഈ ഇനീക്വാളിറ്റിയെ ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? 5നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? -5 എന്ന് കിട്ടും അല്ലെ? 10നെ മൾട്ടിപ്ലൈ ചെയ്താലോ -10 എന്ന് കിട്ടും. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ -5 ഉം -10 ആണ്. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലെഫ്റ്റ് -5 ആയി, ഇവിടെ -10 ആയി. ഈ -5 ഉം -10 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ദാൻ എന്നാണോ എഴുതുക, ഗ്രേറ്റർ ദാൻ എന്നാണോ എഴുതുക? ഇവിടെ ആരാണ് വലുത്? -5 ആണോ -10 ആണോ വലുത്? -5 ആണോ വലുത്? -5 ചെറുതാണോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? -5 ലെസ് ദാൻ, ഇതുവരെ നമ്മൾ എഴുതിയിരിക്കുന്നത് ലെസ് ദാൻ ലെസ് ദാൻ ലെസ് ദാൻ ലെസ് ദാൻ എന്ന് എഴുതിയത്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ മൈനസ് എന്ന് എഴുതി, ഇവിടെ മൈനസ് എഴുതി, ഇവിടെ മൈനസ് എഴുതി, ഇതേ സിമ്പിൾ ഇന്ന് റിപ്പീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ചെയ്താൽ നമ്മൾ നമ്പർ ലൈൻ, നമുക്കറിയാം നമ്പർ ലൈനിൽ ഞാൻ 0ന്റെ പൊസിഷൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഇങ്ങോട്ട് പോസിറ്റീവ് നമ്പേഴ്സ്, ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. -5ന്റെ പൊസിഷൻ ഇവിടെയാണ്, -10ന്റെ പൊസിഷൻ ഇവിടെയാണ്. ഇവിടെ ആരാണ് വലുത്? നമ്പർ ലൈനിന്റെ പ്രത്യേകത, നമ്മൾ വലതുവശത്തേക്ക് പോകുന്നതിനനുസരിച്ച് നമ്പറിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് വരിക ചെയ്യുക. ഇവിടെ ആരാണ് വലുതപ്പം? -5 ആണ് യഥാർത്ഥത്തിൽ വലിയ നമ്പർ, -10 ചെറിയ നമ്പറാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ എഴുതുന്നത് ശരിയാണോ? ഇത് ശരിയല്ല. പിന്നെ എങ്ങനെ എഴുതും? -5 ഗ്രേറ്റർ ദാൻ -10 എന്നാണ് എഴുതേണ്ടത്. -5 ഗ്രേറ്റർ ദാൻ -10. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഇനീക്വാളിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി എന്താവും? ഇനീക്വാളിറ്റി ചേഞ്ചസ് ദി സൈൻ, റിവേഴ്സസ് ദ സൈൻ എന്നാണ് സാധാരണ പറയാറുള്ളത്. അപ്പൊ ലെസ് ദാൻ എന്നുള്ളത് എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ എന്നായിട്ട് മാറും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ടെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നായിട്ട് മാറും. ഓൾറെഡി ഗ്രേറ്റർ ദാൻ എന്നായിരുന്നെങ്കിൽ അത് എന്തായിട്ട് മാറും? നേരെ റിവേഴ്സ് ആയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായിട്ട് മാറും. ഇത് വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ലീനിയർ ഇനീക്വാളിറ്റീസിന്റെ സൊല്യൂഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് എന്ത്? when an inequality is multiplied with negative numbers, inequality changes the sign. ഈ ഒറ്റ കാര്യമാണ് നമുക്ക് ഇക്വേഷനുമായി ഇതിന് വ്യത്യാസമുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇക്വേഷൻസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് മെത്തേഡ് ഓഫ് സോൾവിംഗ് ലീനിയർ ഇനീക്വാളിറ്റീസ് ജസ്റ്റ് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ ഈ പേജ് എഴുതണം എന്ന് നിർബന്ധമില്ല, ആവശ്യക്കാർക്ക് ഈ പേജ് എഴുതിയെടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം. മെത്തേഡ്സ് ഓഫ് സോൾവിംഗ് ലീനിയർ ഇനീക്വാളിറ്റീസിൽ ഫസ്റ്റ്, equal numbers may be added or subtracted from both sides of an inequality. തുല്യ നമ്പറുകൾ നമുക്ക് രണ്ട് ഭാഗത്തും വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, നോ പ്രോബ്ലം. Both sides of an inequality can be multiplied or divided by the same positive number. രണ്ട് സൈഡിലും നമുക്ക് ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ അതേസമയം both sides are multiplied or divided by a negative number, then sign of the inequality is reversed. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ റെഡ് കളറിലൂടെ എഴുതിയിട്ടുണ്ട്. ഒരു ഇനീക്വാളിറ്റിയുടെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇനീക്വാളിറ്റിയുടെ സൈന് റിവേഴ്സ് ആവും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലീനിയർ ഇനീക്വാളിറ്റീസും സോൾവ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞപ്പോൾ കുറെ ലെങ്തി ആയി പോയി എന്ന് മാത്രം. നമുക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടും, ഇക്വേഷൻസ് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ. ഓക്കെ, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എക്സിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ് വി ഷാൽ സോൾവ് ഇൻ ദി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എക്സിനെ കുറിച്ച് നാച്ചുറൽ നമ്പർ എന്നും ഇന്റിജർ എന്നും ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ എപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എക്സിന് ആരായിട്ട് എടുക്കും? റിയൽ നമ്പർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഇതൊരു നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ് വി ഷാൽ സോൾവ് ഇൻ ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എക്സിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ എക്സിനെ ഒരു റിയൽ നമ്പർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, സോൾവ് ദി ഫോളോയിങ് ആൻഡ് ഷോ ദി സൊല്യൂഷൻസ് ഓൺ എ നമ്പർ ലൈൻ. ഇതാണ് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ഇനീക്വാളിറ്റീസിന് നിങ്ങൾ സോൾവ് ചെയ്യണം. എന്നിട്ട് ആ സൊല്യൂഷൻ ഒരു നമ്പർ ലൈനിൽ കാണിക്കണം, റിയൽ നമ്പർ ലൈനിൽ കാണിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 5x - 3 ഈസ് ലെസ് ദാൻ 3x + 1. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ഒരു സൊല്യൂഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, രണ്ട് സ്ഥലത്ത് ഇവിടെ എക്സുകൾ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എക്സിനെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റണം. എക്സുകളെല്ലാം ഒരു സൈഡിലേക്കും നമ്പേഴ്സിനെല്ലാം മറ്റു സൈഡിലേക്ക് നമ്മൾ മാറ്റണം. സാധാരണ ഇക്വേഷൻസ് ചെയ്യുന്നത് പോലൊക്കെ തന്നെ നമുക്ക് ചെയ്യാം.
ഇവിടെ 5x ഉണ്ട്, ഇവിടെ 3x ഉണ്ട്. ഈ 3x ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? 5x minus 3x എന്നായിട്ട് മാറും. 5x minus 3 less than 3x plus 1 5x minus 3x എന്നായിട്ട് മാറും. ഈ -3 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? +3 എന്നായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? നന്നായി ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. 5x minus 3x less than 1 plus 3. ഇവിടെ രണ്ട് സൈഡിലും പ്ലസ് ചെയ്തത് കൊണ്ട് ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിക്കില്ല. ഇനീക്വാളിറ്റിക്ക് പ്രത്യേകം സംഭവിക്കുന്ന കേസ് ഞാൻ പ്രത്യേകം പറയും. ഓക്കെ, 5x minus 3x എന്താണ്? യെസ്, 2x ആണ്. 2x less than 4. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. 1 plus 3 4 ആണ്. ഓക്കെ, ഇനി നമുക്ക് എക്സ് കിട്ടാൻ നമ്മൾ രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ x less than 2. ഇപ്പൊ പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തത് കൊണ്ട് ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. സോ x less than 2 ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം എന്നറിയോ? ഇന്റർവെൽ ഫോമിൽ എഴുതാൻ പറ്റും. ഇതിന് ഇന്റർവെൽ ഫോമിൽ എഴുതാൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതാം? x belongs to -infinity to എന്ന് വേണമെങ്കിൽ ഇതിനെ ഇന്റർവെൽ ഫോമിൽ നമുക്ക് ആൻസർ കാണിക്കാൻ പറ്റും. എന്താണ് x belongs to -infinity to എന്ന് പറഞ്ഞാൽ? x is less than 2 എന്നാണ്. എല്ലാ റിയൽ നമ്പറും അല്ലെ? ഓൾ റിയൽ നമ്പേഴ്സ് less than 2. ഇനി ഇതിന്റെ സൊല്യൂഷൻ നമ്പർ ലൈനിൽ കാണിക്കാൻ പറയുമ്പോൾ നമ്മൾ നമ്പർ ലൈൻ വരക്കും. ഇതാണ് നമ്മുടെ നമ്പർ ലൈൻ. -infinity മുതൽ +infinity വരെയുള്ള നമ്പർ ലൈൻ ആണ്. x less than 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 എടുക്കും. 2ന്റെ താഴേക്കുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ 2ന്റെ അവിടെ നമ്മൾ റൗണ്ട് ചെയ്യും. 2ന്റെ അവിടെ റൗണ്ട് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ 2നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. 2നെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം റൗണ്ട് ചെയ്യും. ഓക്കെ, ഷെയ്ഡ് ചെയ്യും. ഇങ്ങനെ ബോൾഡ് ലൈൻ ആയിട്ട് വരക്കും. ഇപ്പൊ റിയൽ നമ്പറിൽ നമ്മൾ എല്ലാ നമ്പേഴ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്റിജേഴ്സ് മാത്രമല്ല എല്ലാ നമ്പേഴ്സും മാർക്ക് ചെയ്യണമല്ലോ. എല്ലാ നമ്പേഴ്സും മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡോട്ട് ഇടാൻ പറ്റുമോ? ഇല്ല, മൊത്തത്തിൽ ഒരു ലൈൻ ആയിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് നിങ്ങൾ x less than 2 എന്നുള്ള സൊല്യൂഷൻ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലെസ് ദാൻ 2 എന്ന് വന്നത് കൊണ്ടാണ് ഇവിടെ 2നെ ഒഴിവാക്കിയത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഫുള്ള് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തിട്ട് ഇങ്ങോട്ട് നമ്മൾ വരക്കും. അത് വരുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ഒരു കേസ്, രണ്ടാമത്തെ എക്സാമ്പിൾ 4x plus 3 less than or equal to 6x plus 7. നമുക്ക് നോക്കാം അല്ലെ? എക്സ് എല്ലാം വൺ സൈഡ് ആക്കുന്നു, നമ്പേഴ്സ് എല്ലാം അതർ സൈഡ് ആക്കുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും ആൻസർ ഉണ്ടാവുക? എക്സ് വൺ സൈഡ് ആക്കി മാറ്റുമ്പോൾ 4x minus 6x ശരിയല്ലേ? 4x minus 6x. 4x plus 3 less than or equal to 6x plus 7. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തു. 4x minus 6x less than or equal to 7 minus 3. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? 4x ഈ 6x ഇങ്ങോട്ട് സൈഡ് മാറ്റി, 3a ഇങ്ങോട്ട് സൈഡ് മാറ്റി. അപ്പൊ +3 എന്നുള്ളത് -3 ആയി. വാട്ട് ഈസ് 4x minus 6x? അത് നിങ്ങൾക്ക് അറിയണം. 4x minus 6x എന്നാൽ -2x ആണ്. -2x less than or equal to 4. ഇവിടെയും ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ് കിട്ടണമെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരാ, -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഈ 2 ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ നെഗറ്റീവ് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അത് പ്രത്യേകം ഓർക്കുക. ഞാൻ ഈ ഫസ്റ്റ് ചോദ്യം ആയതുകൊണ്ട് ഈ ഫുൾ സ്റ്റെപ്പ് എഴുതുന്നുണ്ട് കേട്ടോ. -2x ഡിവൈഡഡ് ബൈ -2 എന്നാണ് ഇവിടെ ചെയ്യേണ്ടത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 by -2. ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇതിന്റെ കളറൊക്കെ ഞാൻ ചേഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇനീക്വാളിറ്റി എന്ത് സംഭവിച്ചു നോക്കൂ. ഇനീക്വാളിറ്റി ഇവിടെ എത്തിയപ്പോൾ റിവേഴ്സ് ആയി. അതാണ് ഇതിന്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഇനീക്വാളിറ്റി റിവേഴ്സസ് ദി സൈൻ. അപ്പൊ ഇവിടെ x എന്നായിട്ട് മാറി. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 by -2 ഈസ് -2. ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ 4 by -2 നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ശരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നെഗറ്റീവ് നമ്പർ ആണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഡിവിഷന്റെ കേസിൽ അത് ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായാൽ ഫുൾ ക്ലിയർ ആയി. ഓക്കെ, ഇനി എങ്ങനെ ഇതിനെ ഇന്റർവെൽ ആക്കി എഴുതും? x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എങ്ങനെ എഴുതും? നമ്മൾ പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ, സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ? യെസ്, -2 ഇൻഫിനിറ്റി എന്ന് എഴുതാം. -2ന്റെ ഇവിടെ ക്ലോസ് ചെയ്യണം, ഇൻഫിനിറ്റിയുടെ ഇവിടെ ഓപ്പൺ ആക്കണം അല്ലെ? ഇവിടെ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ എന്ന് അതിന് പറയാം. -2 ഇൻഫിനിറ്റി. -2 ഇൻക്ലൂഡിംഗ് ആണ് അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ ക്ലോസ് ചെയ്തത്. നേരത്തെ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നതുകൊണ്ടാണ് ഇവിടെ ക്ലോസ് ചെയ്തത്. ഇനി നമ്മൾ എങ്ങനെ നമ്പർ ലൈനിൽ കാണിക്കും? ഇതാണ് നമ്പർ ലൈൻ. ഓക്കെ, നമ്പർ ലൈനിൽ കാണിക്കുമ്പോൾ ഇവിടെ -2 മുതൽ -2 ഇൻക്ലൂഡിംഗ് ആണ് വലത്തെ സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ ബോൾഡ് ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കും. ഇതാണ് -2 ഇൻഫിനിറ്റി എന്നുള്ളതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, നമ്പർ ലൈനിലെ റെപ്രസെന്റേഷൻ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, സോൾവ് 3 into 2 minus x greater than or equal to 2 into 1 minus x. എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ സെയിം ആണ്. സോൾവ് ആൻഡ് റെപ്രസെന്റ് ദി സൊല്യൂഷൻ ഓൺ എ നമ്പർ ലൈൻ എന്നാണ് ചോദ്യം കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം
ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. ബ്രാക്കറ്റിനെ എങ്ങനെ റിമൂവ് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 3 into 2 minus x എങ്ങനെ ചെയ്യും? 3 into 2 അല്ലെ? 3 into 2 6 minus 3x ശരിയല്ലേ? 6 minus 3x ശരിക്കും ശ്രദ്ധിക്കണേ. 3 into 2 6, 3 into minus x minus 3x greater than or equal to 2 into 1 2 minus 2x. ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഇനീക്വാളിറ്റി അതേപോലെ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തു. നമ്മൾ എക്സിനെ വൺ സൈഡ് ആക്കുന്നു, നമ്പേഴ്സിനെ അതർ സൈഡ് ആക്കുന്നു. ഇവിടെ മൈനസ് 2x നിങ്ങൾ കണ്ടില്ലേ? ഈ മൈനസ് 2x നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കുന്നു. അപ്പൊ എന്തായി? മൈനസ് 3x പ്ലസ് 2x ശരിയല്ലേ? മൈനസ് 3x ഇവിടെ ഓൾറെഡി ഉണ്ട്, പ്ലസ് 2x ഇവിടെ 2 ഉണ്ട്. ഈ 6 എങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 minus 6. ക്ലിയർ? ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഇക്വേഷൻസ് ചെയ്യുന്ന അതേപോലെ ചെയ്യാൻ. ഈ മൈനസ് 3x പ്ലസ് 2x എന്താണ്? യെസ്, മൈനസ് x. 2 minus 6 എന്താണ്? മൈനസ് 4. ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ സിമ്പിൾ അഡീഷൻ ആണ്. മൈനസ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 4. നമുക്ക് വേണ്ടത് x ആണ്, മൈനസ് x അല്ല വേണ്ടത്, x ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യും? രണ്ട് സൈഡിലും നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ശ്രദ്ധിക്കണേ, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും. ഓക്കെ, അപ്പൊ x ഞാൻ രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് വന്നു? x എന്നായിട്ട് വന്ന്. ഇവിടെ -4 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 എന്നായിട്ട് മാറി. പക്ഷെ ഇനീക്വാളിറ്റി എന്ത് എഴുതാം? ഇനീക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എന്ന് എഴുതരുത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് എഴുതണം. ക്ലിയർ ആണല്ലോ? ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാക്കി വെക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ പണ്ട് ഇക്വേഷൻസ് ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇനീക്വാളിറ്റി നേരെ റിവേഴ്സ് ചെയ്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായിട്ട് മാറി. ഇനി ഇതിനെ നമ്മൾ ഇന്റർവൽ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? യെസ്, -∞ 4. 4ന്റെ ഇവിടെ ക്ലോസ് ചെയ്യണം, കാരണം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട് അല്ലെ? ഇതിന് സ്ലാക്ക് ഇനീക്വാളിറ്റി എന്നാണ് പറയാട്ടോ. സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി ആണെങ്കിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്നാ വരാം. സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി ആണെങ്കിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതിനാണ് നമ്മൾ സ്ലാക്ക് ഇനീക്വാളിറ്റി എന്ന് പഠിച്ചത്. ആ വാക്ക് നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. -∞ 4 നമ്മൾ എങ്ങനെ നമ്പർ ലൈനിൽ കാണിക്കും? യെസ്, ഒരു നമ്പർ ലൈൻ വരക്കുന്നു, എന്നിട്ട് 4നെ താഴോട്ടുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ വരക്കുന്നു, ഷെയ്ഡ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ കിട്ടും ആൻസർ. ഇതാണ് x ലെസ് ദാൻ 4. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, ഈക്വൽ ടു 4 ഉള്ളത് കൊണ്ടാണ് ഇവിടെ ബോൾഡ് ആയത്. 4 ഇവിടെ ഇല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് വന്നാൽ നമ്മൾ ഇവിടെ റൗണ്ട് ചെയ്തിട്ട് 4നെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. കുറച്ചുകൂടി ഡെപ്തിലുള്ള ചോദ്യമാണ്. 5 minus 2x divided by 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x by 6 minus 5. ഇതൊരു ഇനീക്വാളിറ്റി ആണ് അല്ലെ? ഇതിൽ നമ്മൾ x കണ്ടെത്തണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കൂ. 1 ന്യൂമറേറ്റർ 1 ഡിനോമിനേറ്റർ. റൈറ്റ് സൈഡിൽ ഒരു ഡിസോർഡർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനൊന്ന് ഓർഡർ ആക്കണം. റൈറ്റ് സൈഡിനെ ഓർഡർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും വരണം. അപ്പൊ ആദ്യം നമ്മൾ ഇതിനൊന്ന് 6നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 6 into 5 എന്ന് ചെയ്തിട്ട് ഒരൊറ്റ ഡിനോമിനേറ്റർ ആക്കി എഴുതും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. 5 minus 2x by 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x minus 30 divided by 6. ക്ലിയർ ആണല്ലോ? ഈ 6 into 5 ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, എന്നിട്ട് ഹോൾ ഡിവൈഡ് ബൈ 6 എന്ന് എഴുതി. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് x minus 30 divided by 6. ഇങ്ങനെ ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും രണ്ട് സൈഡിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇക്വേഷൻസ് ചെയ്യുന്നത് പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം? ഈ 6നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, 3യെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. 6നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ന്യൂമറേറ്ററിലേക്ക് എത്തും അല്ലെ? ഈ 3യെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് തന്നെയാണ്. 6 into 5 minus 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 into x minus 30. ക്ലിയർ ആണല്ലോ? 6നെ ഇങ്ങോട്ട് ക്രോസ് ലെഫ്റ്റിലേക്ക് എടുത്തു, 3 ഇവിടെ ബൈ 3 ആണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? into 3 എന്നായിട്ട് മാറും. പണ്ടത്തെ ഇക്വേഷൻസിന്റെ അതേ റൂളാണ്. ഇവിടെ ബൈ എന്നുള്ളത് സൈഡ് മാറ്റുമ്പോൾ അത് into എന്നായിട്ട് മാറും. ഇനി പഴയ ചോദ്യം ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒന്ന് പറഞ്ഞു നോക്കൂ ആൻസർ. യെസ്, 30 minus 12x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x minus 90. ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. ഇനി x വൺ സൈഡ് ആക്കുന്നു. ഇവിടെ -12 ആണുള്ളത്, ഇവിടെ 3 ആണുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ -12 minus 3 30 plus 90. ഞാൻ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്പേഴ്സിന് ഇങ്ങോട്ട് എടുത്തു. 30 plus 90 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x plus 12x. ഒരാൾക്ക് വേണമെങ്കിൽ x ഇങ്ങോട്ട് സൈഡ് മാറ്റോട്ടെ. ഏത് ഓപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാം. x എല്ലാം ഒരു സൈഡിലും നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിലും വരണം എന്ന് മാത്രം. അപ്പൊ ഞാൻ ഇവിടെ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ -90 ഇങ്ങോട്ട് വരുമ്പോൾ +90 ആവും. ഇവിടെയുള്ള -12 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. തിരിച്ചു ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. -12x -3x എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ, ഇവിടെ 120 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15x എന്ന് കിട്ടി. ശരിയല്ലേ? 120 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15x. ഞാൻ വെറുതെ ഒന്ന് തിരിച്ചെഴുതി. 15x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 120. ഇവിടെ ഇനീക്വാളിറ്റി റിവേഴ്സ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എന്താ ചെയ്തത്? 15x ആദ്യം എഴുതി എന്ന് മാത്രം. 15x ഭാഗമല്ലേ വലുത് നോക്കൂ. അപ്പൊ തിരിച്ചെഴുതിയതാണ് 15x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 120.
ഇങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. ഫസ്റ്റ് നമുക്ക് എക്സ് ആണല്ലോ വരേണ്ടത്, അതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. ക്ലിയർ ആണല്ലോ. ഒരാൾ തിരിച്ച് എഴുതിയിട്ടില്ലെങ്കിൽ ഇതിന്റെ ആൻസർ ലഭിക്കും. ഇവിടെ വെച്ചിട്ട് ഒരാള് 120 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15x എന്ന് എഴുതി, എന്നിട്ട് 15x, അപ്പം ഇവിടെ 15x ആണ് ഗ്രേറ്റർ അല്ലെ, അപ്പം തിരിച്ചെഴുതി 15x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 120. എക്സ് ആണല്ലോ നമുക്ക് ആവശ്യമുള്ളത്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ 3 എങ്ങോട്ട് എടുക്കാം കേട്ടോ. 3 എങ്ങോട്ട് എടുത്താൽ -15x എന്നാണ് കിട്ടിയ ആൻസർ. -15x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -120 എന്ന് കിട്ടും. കണ്ടോ, രണ്ട് ഭാഗത്ത് നെഗറ്റീവ് വന്നു, അതുകൊണ്ട് -15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ 8 എന്ന് വരും, ഇവിടെ ഇനീക്വാളിറ്റി എന്തായിട്ട് മാറും? റിവേഴ്സ് ആയിട്ട് മാറും. അങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന ആൻസർ കിട്ടും. അപ്പൊ എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല, നിങ്ങൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യുന്ന സന്ദർഭങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എങ്ങനെ നമ്പർ ലൈനിൽ കാണിക്കും? ഇതിനെ നമുക്ക് ഇന്റർവെൽ ഫോമിൽ എഴുതിയാൽ 8 ഇൻഫിനിറ്റി എന്ന് എഴുതാം അല്ലെ. 8 ഇൻഫിനിറ്റി നമ്പർ ലൈനിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും, 8 ഇൻഫിനിറ്റി. സ്റ്റാർട്ട് ഫ്രം 8 ടു റൈറ്റ് സൈഡ് നമ്മൾ ബോൾഡ് ചെയ്യും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 3x minus 4 divided by 2 greater than or equal to x plus 1 by 4 minus 2. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ റൈറ്റ് സൈഡ് ഒരു ന്യൂമറേറ്റർ ഒരു ഡിനോമിനേറ്റർ ആക്കി മാറ്റണം. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x plus 1 minus 4 divided by 4. ക്ലിയർ ആണല്ലോ. ശരി, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു. 4 into 3x minus 4 greater than or equal to 2 into x minus 3. എങ്ങനെയാണ് x minus 3 വന്നത്? ഇതാ അവിടെ +1 - 4 കണ്ടില്ലേ? +1 - 4 എന്ന് പറഞ്ഞാൽ 1 - 4 - 3. അങ്ങനെയാണ് -3 വന്നത്. 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്. രണ്ട് സ്റ്റെപ്പ് ഞാൻ ഒന്നിച്ച് എഴുതിയതാണ്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്ത് കിട്ടും? 12x - 16 greater than or equal to 2x - 6. ക്ലിയർ. 2 ഇങ്ങോട്ട് സൈഡ് മാറ്റുന്നു. 12x - 2x greater than or equal to -6 plus 16. ശരിയല്ലേ? 2x ഇങ്ങോട്ട് എടുത്തു, -16 ഇങ്ങോട്ട് എടുത്തു. 10x greater than or equal to 10. ക്ലിയർ. 16 - 6 10 ആണ്. ഓക്കെ, x greater than or equal to 1. x greater than or equal to 1 ആണ് ഈ ലീനിയർ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ. ഇതിനെ നമ്മൾ ഇന്റർവെൽ ഫോമിൽ എഴുതിയാൽ 1 ഇൻഫിനിറ്റി എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. x belongs to 1 ഇൻഫിനിറ്റി. നിങ്ങൾ സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. 1 ഇൻഫിനിറ്റി. 1 ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്. ക്ലിയർ. ഇതിന് നമ്പർ ലൈനിൽ കാണിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഇതാണ് 1 ഇൻഫിനിറ്റി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. ലീനിയർ ഇനീക്വാളിറ്റിയുടെ ഡെഫിനിഷൻ വളരെ സിമ്പിൾ ഡെഫിനിഷൻ ആണ്. 4ൽ ഒരു സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണ് ലീനിയർ ഇനീക്വാളിറ്റി. ഡിഗ്രി 1 വന്നു കഴിഞ്ഞാൽ അതിന് ലീനിയർ എന്ന് പറയും. 1 വേരിയബിൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 1 വേരിയബിളിന്റെ സൊല്യൂഷൻ നമുക്ക് നമ്പർ ലൈനിൽ കാണിക്കാൻ പറ്റും. സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് രണ്ട് സൈഡിൽ നമുക്ക് ആഡ് ചെയ്യുക, സബ്ട്രാക്ഷൻ നടത്താം. ഇക്വേഷൻ ചെയ്ത എല്ലാ റൂൾസും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഇനീക്വാളിറ്റിയുടെ സൈൻ റിവേഴ്സ് ആവും എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കുക. ഈ അസൈൻമെന്റ് നിങ്ങൾ നോട്ട്ബുക്കിന്റെ മറുവശത്ത് വൃത്തിയായിട്ട് എഴുതണം. നമ്പേഴ്സ് എല്ലാം ഓർഡറിലാണ്. ഇതിൽ 4 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. 2x plus 3 less than or equal to 14. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. x is an integer, x is a റിയൽ നമ്പർ. 2 ചോദ്യങ്ങൾ അതിലുണ്ട്. അടുത്തത് സോൾവ് ദി ഫോളോയിങ് ആൻഡ് ഷോ ദി സൊല്യൂഷൻസ് ഓൺ എ നമ്പർ ലൈൻ എന്നാണ്. നമ്മൾ ചെയ്ത മോഡൽ തന്നെയാണ് ഇത്. ഒന്ന് ജസ്റ്റ് സോൾവ് ചെയ്യുന്നു, നമ്പർ ലൈനിൽ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ കാണിക്കണം. 3ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യനും ഇവിടെ ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ഈ 4 ക്വസ്റ്റ്യൻസും ഇന്ന് തന്നെ ചെയ്യണം, ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. വളരെ ഈസി ആയ ഒരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് മുതൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങളും ഒരു പ്രശ്നവുമില്ലാതെ ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. എല്ലാവർക്കും നന്നായി പഠിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്.